സുഹൃത്തുക്കളെ, BJPയുടെ ഗോപാലകൃഷ്ണൻ എന്ന് പറയുന്ന ആ ഒരു സ്ഥാനാർത്ഥി ഗുരുവായൂർ അമ്പലവുമായി ബന്ധപ്പെട്ട്, ഒപ്പം തന്നെ കൊടുങ്ങല്ലൂർ അമ്പലവുമായി ബന്ധപ്പെട്ടിട്ട് വർഗീയ പരാമർശം നടത്തി. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗുരുവായൂർ അപ്പൻ വിളിച്ചിട്ടാണ് ഞാനിവിടെ ഇലക്ഷൻ നിൽക്കാൻ വന്നത്, അല്ലാതെ വേറെ ആരെങ്കിലും വിളിച്ചിട്ടൊന്നല്ല. ഞാൻ ഇവിടെ ഈ മണ്ണ്, ഗുരുവായൂരിന്റെ മണ്ണ് ഹിന്ദുക്കളുടെ മണ്ണാണ്. അത് തിരിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് ഗുരുവായൂരപ്പൻ ഭഗവാൻ കൃഷ്ണൻ എന്നെ ഏൽപ്പിച്ചിരിക്കുകയാണ്. ആ ഒരു ദൗത്യമായിട്ടാണ് വന്നിക്കെന്ന് പറയുന്ന പച്ച വർഗീയ വർത്തമാനം പറഞ്ഞുകൊണ്ടാണ് ഗോപാലകൃഷ്ണൻ ഈ ഇലക്ഷനിൽ പങ്കെടുക്കാൻ വന്നത്. ഇത് വിവാദമായി. ആ സമയത്ത് ഗോപാലകൃഷ്ണൻ ആ വീഡിയോ ഒക്കെ ഡിലീറ്റ് ചെയ്തിരുന്നു. പക്ഷേ നമ്മളെപ്പോലുള്ള ആളുകളുടെ മുമ്പിലേക്ക് ആ വീഡിയോ ആൾറെഡി ഉണ്ടാവുമല്ലോ. അതിങ്ങനെയായിരുന്നേ: ഒരു ഹിന്ദു MLA ഇടതും വലതും നിർത്തിയിട്ടില്ല. അന്തർദേശീയ തീർത്ഥാടന കേന്ദ്രമാണ് ഗുരുവായൂർ. എന്തുകൊണ്ടൊരു ഹിന്ദു MLA ഇല്ല? കണ്ടില്ലേ, അന്തർദേശീയ തീർത്ഥാടന കേന്ദ്രമാണ് ഗുരുവായൂർ. ഇവിടെ എന്തുകൊണ്ട് ഒരു ഹിന്ദു MLA ഇല്ല എന്നാണ്. ഇനിയിപ്പോ ഗുരുവായൂർ എന്നുള്ള പേരാണ് പ്രശ്നമാണെങ്കിൽ ആ മണ്ഡലം ഉൾപ്പെടുന്ന സ്ഥലത്തൊക്കെ അതിന് ചാവക്കാട് വരുന്നത്. വേണമെങ്കിൽ മണ്ഡലം ചാവക്കാട് മണ്ഡലം എന്നൊക്കെ മാറ്റുകയാണെങ്കിൽ ഇനി ഈ പ്രശ്നം നമ്മുടെ ഗോപാലകൃഷ്ണൻ ഉണ്ടാവുമെന്ന് അറിയില്ല. പക്ഷേ ഇന്റർനാഷണൽ ആയിട്ടുള്ള ഒരു ക്ഷേത്രം, ഗുരുവായൂർ ക്ഷേത്രം അവിടെ ഉണ്ട്. അങ്ങനത്തെ ഒരു ക്ഷേത്രം അവിടെ ഉള്ളതുകൊണ്ട് അവിടെ ഒരു ഹിന്ദു MLA ആണ് വേണ്ടത്. ഈ ഹിന്ദു MLA ഉണ്ടെങ്കിൽ മാത്രമേ അമ്പലത്തിന്റെ കാര്യങ്ങൾക്ക് കൃത്യമായിട്ട് പോവുള്ളൂ എന്നാണ് ഗോപാലകൃഷ്ണൻ വാദിക്കുന്നത്. ഗോപാലകൃഷ്ണൻ വിചാരിക്കുന്നത് ഈ MLA ആയി മാറുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു അമ്പലത്തിലെ കഴകൻ ജോലിയോ അല്ലെങ്കിൽ പൂജാരി ജോലിയോ അങ്ങനെ എന്തെങ്കിലും ഒരു ജോലി കിട്ടുന്ന പോലെയൊക്കെ ഇവന്റെ വിചാരം. അല്ലെങ്കിൽ ഈ MLA പണി എന്ന് വെച്ച് കഴിഞ്ഞാൽ അമ്പലത്തിനുള്ളിൽ കുത്തിരിക്കുക, ഹിന്ദുക്കളെ മാത്രം സേവിക്കുക എന്ന വിചാരമാണോ എന്നുകൂടി നമുക്ക് സംശയിക്കേണ്ടിയിരിക്കുന്നു. എന്തൊക്കെയായാലും ഇവര് ജയിക്കാൻ പോകുന്നത്, അല്ലെങ്കിൽ ഇവർക്ക് ജയിക്കണമെന്ന് ഇവർക്ക് താല്പര്യം ആകെ പ്രകടിപ്പിക്കുക മതം പറഞ്ഞുകൊണ്ടും ജാതി പറഞ്ഞുകൊണ്ടാണ്. നിങ്ങൾ തന്നെ നമ്മുടെ കേരളത്തിൽ മത്സരിക്കുന്ന ഈ BJPക്കാരുടെ വർത്തമാനങ്ങളൊക്കെ ഒന്ന് കേട്ടുനോക്കി. ഇവരെപ്പോഴും നമ്മളെ ബാധിക്കുന്ന വിദ്യാഭ്യാസത്തെക്കുറിച്ചോ, നമ്മുടെ ഭക്ഷണത്തെക്കുറിച്ചോ, നമ്മുടെ അരിയെക്കുറിച്ചോ, നമ്മുടെ നെല്ലിനെക്കുറിച്ചോ, നമ്മുടെ കൃഷിയെക്കുറിച്ചോ, ഇവിടെ ജോലിയെക്കുറിച്ചോ, ഇവിടെ ടെക്നോളജി വളർച്ചയെക്കുറിച്ചോ, റോഡിനെ കുറിച്ചോ വേവലാതിപ്പെടുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഇവരാകെ വരുന്നത് സ്വാമിയെ ശരണമയ്യപ്പ, ശബരിമലയുടെ വർത്തമാനം പറഞ്ഞുകൊണ്ട് വോട്ട് നേടാൻ ശ്രമിക്കുക, അല്ലെങ്കിൽ ഇപ്പൊ ഗുരുവായൂർ ക്ഷേത്രമായിട്ടാണ്, ഗുരുവായൂർ ക്ഷേത്രത്തിന്റെ പേര് പറഞ്ഞിട്ട് വോട്ട് ചെയ്യണം നിൽക്കുക. അതിന്റെ ഇടയ്ക്ക് കൊടുങ്ങല്ലൂർ അമ്മ ചെറുതായിട്ടൊന്ന് വന്നുപോയി. ആ ഒരു സമയം ആയതുകൊണ്ട് 37 കൂടി ഒന്ന് വന്നുപോയി എന്നൊക്കെ പറഞ്ഞ മാതിരി അവരെ കൂടി ഒന്ന് ഇതിന്റെ ഇടയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടെന്ന് അർത്ഥം. ഇതാണ് ഇവരുടെയൊക്കെ ഒരു അവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. എന്തൊക്കെയായാലും ഇങ്ങനെ അതിഭീകരമായ വർഗീയ വർത്തമാനമൊക്കെ പറഞ്ഞപ്പോൾ അവസാനം കോടതി അടക്കം ഇടപെട്ടു. എന്താണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ചെയ്തിട്ടുള്ളത്? അതിഭീകരമായിട്ട് നമ്മുടെ കേരളീയ മനസ്ഥിതിയെ രണ്ട് ഭാഗമാക്കി മാറ്റുന്ന അല്ലെങ്കിൽ മുറിച്ചു കളയുന്ന രീതിയിലല്ലേ ഗോപാലകൃഷ്ണൻ സംസാരിച്ചേ? ഇതിനെതിരെ എന്താണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഒരു നിലപാടെടുത്തിട്ടുള്ളത് എന്നുള്ള ചോദ്യങ്ങളൊക്കെ വന്നായിരുന്നു. സംഗതി അവിടെ കിടക്കട്ടെ. ഇതൊക്കെ കഴിഞ്ഞ് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോഴാണ് ഗോപാലകൃഷ്ണന്റെ ഒരു ഗംഭീരമായ സംഗതി കാണുന്നത്, ഒരു ബോർഡ് കാണുന്നത്. നിങ്ങളിപ്പോ സൈഡിൽ ആ ബോർഡ് കാണുന്നുണ്ടായിരിക്കും. വീണ്ടും അതേ വർഗീയ വർത്തമാനവുമായിട്ട് ഗോപാലകൃഷ്ണൻ വന്നിട്ടുണ്ട്. നിങ്ങൾ കാണുന്നില്ലേ, ഗുരുവായൂർ MLA മാർ എന്ന് പറഞ്ഞുകൊണ്ട് എഴുതി വെച്ചിരിക്കുകയാണ്. 1977 BVS തങ്ങള്, 1983 PKK ബാവ, 1987 PKK ബാവ, 1991 PM അബൂബക്കർ, 1996 PT കുഞ്ഞു മുഹമ്മദ്, 2001 PKK ബാവ, 2006 KV അബ്ദുൽ ഖാദർ, 2011 KV അബ്ദുൽ ഖാദർ, 2016 KV അബ്ദുൽ ഖാദർ, 2021 NK അക്ബർ, അടുത്തത് 2026 എന്നിട്ടൊരു ക്വസ്റ്റ്യൻ മാർക്ക് ഇട്ടിരിക്കുകയാണ്. ഈ കാണുന്ന പേരുകൾ മുഴുവൻ മുസ്ലിം പേരുകളാണ്. അതുകൊണ്ട് തന്നെ അടുത്തതായിട്ട് അവിടെ ഹിന്ദു വേണമെന്ന് പറഞ്ഞുകൊണ്ട് ഒരു ചായ ഗ്ലാസും പിടിച്ചിട്ട് ഇങ്ങനെ ഭയങ്കര ഡൗട്ടായിട്ട് നിൽക്കുന്ന ഒരു ഫോട്ടോ രീതിയിലാണ് നമുക്ക് കാണാൻ കഴിയുക. ഇപ്പുറത്തുണ്ട് 50 വർഷത്തെ അവഗണന. ഇത് മാറണം, മാറ്റത്തിനായി. അതായത് ഹിന്ദുക്കൾ ഇവിടെ എല്ലായിടത്തും MLA മാരായിട്ട് വരണം. ഇവിടെ ഹിന്ദുക്കളുടെ കാര്യം മാത്രം നോക്കണം, ഹിന്ദുക്കൾ അമ്പലത്തിന്റെ കാര്യം മാത്രം നോക്കിയാൽ മതി എന്നൊക്കെയാണ്. നോക്കി, MLA എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെമ്പർ ഓഫ് ലെജിസ്ലേറ്റീവ് അസംബ്ലിയാണ്. അത് എന്തിനു വേണ്ടിയിട്ടാണ്? എല്ലാ ആളുകളെയും കാര്യം നോക്കാൻ വേണ്ടിയിട്ടാണ്. ഇവിടെ ഇപ്പൊ ഗാദർമാര് അല്ലെങ്കിൽ മുസ്ലിങ്ങൾ മാത്രമാണ് അവിടെ ജയിച്ചു പോയത് വെച്ചിട്ട് ഒരു സമയത്ത് പോലും നമ്മുടെ ഗുരുവായൂർ അമ്പലത്തിനോ അല്ലെങ്കിൽ അങ്ങനത്തെ ആ ഭാഗത്തുള്ള ക്ഷേത്രങ്ങൾക്ക് ഒരു കേടുപാട് സംഭവിച്ചിട്ടില്ല എന്ന് മാത്രമല്ല, പ്രസക്തിയിൽ നിന്ന് പ്രസക്തിയിലേക്ക് ഉയർന്നിട്ടേ ഉള്ളൂ ഈ ആളുകളൊക്കെ ഭരിക്കുന്ന സമയത്ത് എന്ന് മനസ്സിലാക്കണം. നമ്മൾ ഒരു പഴയ കഥ പറയാറുണ്ട്. ഗുരുവായൂർ അമ്പലം പണ്ട് 60-ലെങ്ങാണ്ടൊന്ന് തീ പിടിക്കുന്ന സമയത്താണ് തൊട്ടപ്പുറത്തെ പള്ളിയിൽ നിന്നും, ക്രിസ്ത്യൻ പള്ളിയിൽ നിന്നൊക്കെ ബാങ്ക് വിളിയും പള്ളിമണികളൊക്കെ അടിച്ചിട്ട് ആളെ കൂട്ടിയിട്ട് ആ ഒരു തീയെ കെടുത്തുന്നൊരവസ്ഥയിലേക്ക് ഉണ്ടായത്.
മനസ്സിലാക്കണം, ഒരു ക്ഷേത്രത്തിൽ തീ പിടിച്ചപ്പോൾ നട്ടപ്പാതിരയ്ക്ക് അവിടുത്തെ ഒരു ഉസ്താദ് പള്ളിയിൽ കയറിയിട്ട് ബാങ്ക് വിളിക്കുകയത്. അസമയത്തുള്ള ബാങ്ക് വിളി അവർക്കറിയാം ഏതൊക്കെ സമയത്താണ് ബാങ്ക് വിളി ഇടുന്നത്. അപ്പൊ അസമയത്തെ ബാങ്ക് വിളി എന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു അലാമാണ്, എന്തോ സംതിങ് അപകടം സംഭവിച്ചിരിക്കുന്നതാണ്. അങ്ങനെ ആളെ കൂട്ടുകയും ആ ക്ഷേത്രത്തിൽ തീ അണയ്ക്കുകയും ചെയ്ത ഒരു ചരിത്രം നമുക്കുണ്ട്. ഇങ്ങനെയൊക്കെ ആളുകളൊക്കെ താമസിക്കുന്ന പ്രദേശത്താണ് പച്ചയ്ക്ക് വർഗീയത പറയുന്നത്. ആ വർഗീയ വർത്തമാനത്തെ ആ ഒരു ഗുരുവായൂർ പ്രദേശത്തെ ആളുകളൊക്കെ തന്നെയാണ് അതിനെ ചെറുത്ത് തോൽപ്പിക്കേണ്ടത് എന്നുള്ളതാണ്. എന്തായാലും അഡ്വക്കേറ്റ് ഗോപാലകൃഷ്ണനെ താമര അടയാളത്തിൽ വിജയിപ്പിക്കുക എന്നുള്ളതാണ് പറഞ്ഞു വെക്കുന്നത്. ഇത് വീണ്ടും ഒരു വർഗീയ വർത്തമാനവുമായിട്ട് ഗോപാലകൃഷ്ണൻ ഇറങ്ങിയിരിക്കുക എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. അതിന്റെ ഒപ്പം തന്നെ ഇവന്റെ ബോർഡുകൾ ആരൊക്കെ തല്ലി തകർത്തു എന്നൊക്കെ പറയുന്നുണ്ട്. അതുകൊണ്ട് കേൾക്കാം. ഇത് പുളിഞ്ചോട് വേങ്ങണ്ടിയൂർ പുളിഞ്ചോട് സെന്ററില് BJP സ്ഥാപിച്ച, അതും RSSന്റെ കൊടുക്കാലിൽ സ്ഥാപിച്ചിട്ടുള്ള ബോർഡാണ്. എന്റെ സുഹൃത്തുക്കളെ, ഇവിടെ ആ ബി ഗോപാലകൃഷ്ണൻ ഈ ഒരു വർത്തമാനം പറയുന്നതിന് മുമ്പ് അദ്ദേഹത്തിന്റെ ജസ്റ്റർ ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ. ഇത് പുളിഞ്ചോട് കണ്ടോ, ഇത് എന്ന് പറഞ്ഞിട്ട് പിന്നീട് ഗോപാലകൃഷ്ണൻ ചെയ്യുന്നത് ആ മുണ്ടൊരു മടക്കി കുത്തല. അതായത് ഞങ്ങൾ എന്തിനും തയ്യാറാണ് എന്ന രീതിയിലുള്ള, അതായത് പച്ചയ്ക്ക് പറഞ്ഞു കഴിഞ്ഞാല് ഗുണ്ടായിസം, ഞങ്ങൾ എല്ലാതരം ഗുണ്ടായിസത്തിനും തയ്യാറാണ് എന്ന രീതിയിലുള്ള ഒരു ജസ്റ്റേഴ്സ് മാനറിസമാണ് ഈ പ്രകടിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവരൊക്കെ ജയിച്ചു കഴിഞ്ഞാൽ നമ്മുടെ കേരളത്തിലെ അവസ്ഥ ആലോചിക്കുക. ജയിക്കുന്നതിന് മുമ്പ് തന്നെ ഞാൻ ഗുരുവായൂരപ്പന് വേണ്ടിയിട്ടാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ടായി. എന്റെ അഭിപ്രായത്തിൽ ഞാനൊരു ഹിന്ദുവാണ്, ഹിന്ദു മതത്തിൽപ്പെട്ട ഒരാളാണ്. ഹിന്ദുക്കൾ പോലും ഇവനെ പരിഗണിക്കരുത്, ഇത്തരത്തിലുള്ള ആളുകളെ പരിഗണിക്കരുത്. നമ്മുടെ മതം പറഞ്ഞിട്ട് നമ്മളെ വിലയ്ക്ക് വാങ്ങിച്ചിട്ട് വോട്ട് നേടിയിട്ട് പോവുക, എന്നിട്ട് നമുക്ക് വേണ്ടി പ്രവർത്തിക്കുക എന്ന് പറയുക, എന്നിട്ടൊരു തേങ്ങയും ചെയ്യാതിരിക്കുന്ന അവസ്ഥയാണ്. ഉത്തരേന്ത്യയുടെ ഒരു ഉദാഹരണം നമുക്ക് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. ഉത്തരേന്ത്യ ജനങ്ങളുടെ അവരുടെ മതവും പറഞ്ഞിട്ട് അവരുടെ തീവ്രവാദ മനസ്സിലേക്ക് അവരെ മാറ്റിയിട്ട് സമാധാനപരമല്ലാത്തൊരു ജീവിതമാണ് ഇപ്പൊ അവിടുത്തെ ഹിന്ദുക്കളും മുസ്ലിങ്ങളൊക്കെ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനത്തെ ഒരു നാടല്ല കേരളം. പക്ഷേ അങ്ങനത്തെ ഒരു ഉത്തരേന്ത്യ നാടാക്കി മാറ്റാനുള്ള ശ്രമമാണ് ഇവർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. 2 സ്ഥലത്തെങ്ങാണ്ട് ഇപ്പോ മുനിസിപ്പാലിറ്റിയും മറ്റൊക്കെ കിട്ടിയതിന്റെ ഭാഗമായിട്ട് ആ പ്രദേശത്തെ ആളുകളൊക്കെ അനുഭവിക്കുക നമുക്ക് പറയാം. എന്തായാലും ഞാൻ കൂടുതലായിട്ട് പറയുന്നൊന്നുമില്ല. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എഴുതി വെക്കുകയും നിങ്ങളെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾക്ക് വേണ്ടിയിട്ട് ഈ ചങ്ങാതി എങ്ങനെ പരമാവധി ജയിപ്പിക്കാതിരിക്കാൻ പറ്റുമെന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് ഇടയിലേക്കൊക്കെ വീഡിയോ ഷെയർ ചെയ്യുകയും ചെയ്യുക. അപ്പോൾ സുഹൃത്തുക്കളെ, ബൈ.